നമസ്കാരമുണ്ട് പെട്ടവരെ. ഇന്ന് രണ്ട് വീടുകൾ സന്ദർശിക്കുന്ന കല്ലുംതാടിയിൽ വഴിയോരത്ത് കിടക്കുന്ന വിശന്ന വയറ്റിന് തണുപ്പ് കൊടുക്കുന്ന അമ്മ ജലജ എന്ന അമ്മയാണ് രണ്ട് വീടിൽ സന്ദർശിക്കുന്നത്. കൊല്ലം പുള്ളിക്കടയിൽ രാജി എന്ന് വിളിക്കുന്ന 3 പിഞ്ചു കുഞ്ഞുങ്ങളുമായി കഴിയുന്ന ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കഴിഞ്ഞ ദിവസം മരിക്കുവാനായി തിരിച്ചവരുടെ വീട് സന്ദർശിക്കുന്നു. ഖുറേഷി എന്ന ഉമ്മ വീട്ടിൽ അടഞ്ഞു കിടക്കുന്ന ആ അമ്മയുടെ വീടൊന്ന് സന്ദർശിക്കുന്നു. ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക്. കല്ലുംതാഴയിൽ നിന്ന് ജലജ അമ്മയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ കാണാനായിട്ട് വന്നേത്, മക്കളെ കാണാനായിട്ട് ജലജ അമ്മ വന്നതാണ്. നിങ്ങളെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി. രഞ്ജിത്ത് 3 മക്കളാ. അപ്പോൾ നമ്മളെ കല്ലുംതാഴയിൽ അന്ന കഷ്ടപ്പാട് മാറ്റണം കേട്ടോ. നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കോടുകൂടി ജയിച്ച് ജോലിയായിട്ട് നിങ്ങളുടെ അമ്മയുടെ ഒരാളിനെ കൊണ്ട് വളർത്താം. അതെൻ്റെ ഉദാഹരണമാണ്. ഞാൻ പലയിടത്തും ഓടി, ഒന്നും ആയില്ല. ഞാൻ 3 കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ ഒറ്റ കഴിവിൽ വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിച്ചാണ്. അതിനൊരു മനസ്സാണ്. നമ്മൾ ആത്മഹത്യയെടുത്ത് ചിന്തിക്കുകയും ചെയ്യരുത്. ഈ കുഞ്ഞുങ്ങളൊന്നും പഴിച്ചിട്ടില്ല. അതുങ്ങൾ നിരപരാധിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നോടനെ ആത്മഹത്യ ചെയ്ത് എന്തെങ്കിലും ഫലമുണ്ടോ? ഒരു 10 ദിവസം നിങ്ങളെ കുറിച്ച് ഓർക്കുമായിരിക്കും. ഞാൻ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഓടിയും നമ്മുടെ കൊല്ലത്ത് ഇഷ്ടം പോലെ ജോലിയുണ്ട്. RDFPകളിലോ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ബസ് കയറി 10 രൂപ കൊടുത്ത് ഇറങ്ങുന്നുണ്ടോ? ഒത്തിരി പേരെടുത്ത് ഞാൻ പോയായിരുന്നു. എൻ്റെ കോർപ്പറേഷനിൽ തന്നെ ഞാൻ പുതുക്കി ഇട്ടിട്ട് അതിൻ്റെത് ഒന്നുമല്ല. 10-15 വർഷമായി. അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഒക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കും. കുഞ്ഞെ എപ്പോഴും നല്ല മനസ്സിൽ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുള്ള ഒറ്റ ചിന്തയിൽ മുന്നോട്ട് പോകണം. മറ്റൊരു ചിന്തയും മനസ്സിൽ പാടും. അമ്മയ്ക്ക് ചികിത്സയൊന്നും നടത്തുന്നില്ല. നടത്താൻ എൻ്റെ കയ്യിൽ ഇല്ല. ഞാൻ അതിന് ഒരു ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ. രാജിയുടെ അമ്മയ്ക്ക് ചികിത്സയില്ലാതെ നിൽക്കുകയാണ്. ഒന്നുമില്ലാത്ത അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനെങ്കിലും ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അവരെ കുടുംബകാര്യങ്ങൾക്കും നിത്യമുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു സഹായം ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണം. അവർ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അവരെ കൈപിടിച്ച് കരക്കയറ്റണം എന്നൊരു അപേക്ഷയുണ്ട്. ജലജയമ്മയെ പോവാം. ജലജയമ്മയായിട്ട് ഞങ്ങൾ ഇവിടെ നിന്നും യാത്രയാവുകയാണ്. തിരികെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരിടവും കൂടെ പോകാനുണ്ട്. ജലജയമ്മ അവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു നേരം ആഹാരം കൊടുക്കുന്ന അമ്മയാണ് കല്ലുംതാഴയിൽ. അമ്മയെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം അമ്മ ചെയ്യും. അമ്മ അങ്ങനെയാണ്. എപ്പോൾ വിശപ്പെന്ന് തോന്നിയാൽ 6 ഒരു 30 രൂപ വണ്ടിക്കൂലി ആക്കിയിട്ട് കല്ലുംതാഴെ വന്നാൽ അത് ഇവിടെ നിന്ന് ബസ് കിട്ടും. നിങ്ങൾക്ക് എല്ലാവരും കഴിക്കാനുള്ള എല്ലാ ദിവസവും ആഹാരങ്ങൾ എല്ലാവർക്കും കഴിക്കാനുള്ള ചോറ് 12:30 ആകുമ്പോൾ ഞാൻ അവിടെ വിളമ്പും തരും.